കാപ്പാട് ജുമാ മസ്ജിദിൽ പോകുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാരണം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം കുറച്ചൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ യഥാർത്ഥ നാഗവല്ലി എന്ന് പറയുന്നത് ഇവളോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ വർത്തമാനങ്ങൾ പറയുന്ന ഈ എച്ചിൽ ടീമുകളോ അല്ല. എച്ചിൽ ടീമുകളെ പ്രിപ്പയർ ചെയ്ത് ഇതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അലിമാഷ് എന്ന് പറയുന്ന കാളകുട സർപ്പമാണ്. അയാൾക്ക് 3 പെൺമക്കളോ 3-4 പെൺമക്കളാണ്. അയാൾക്ക് ഈ പറയുന്ന ഇസ്ലാമിനോടുള്ള തീവ്രമായ വിദ്വേഷം, അതാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്താ കഥയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എന്നെയും ഫോൺ വിളിച്ചിട്ട് എന്നോടും കുറേ അധികം ഉപദേശിച്ച് തന്നിട്ടുണ്ടായിരുന്നു. വസ്തുത പുള്ളി എന്നോട് റിക്വസ്റ്റ് ചെയ്തതും എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നതുമൊക്കെ സ്വത്തവകാശ കാര്യങ്ങളായിരുന്നു. അവിടെ നിന്നാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. ഹീ ഈസ് ലൈങ്, അയാളൊരു കള്ളനാണ്, അയാളാണ് ഇതിൻ്റെ യഥാർത്ഥ ആളെന്ന് എനിക്ക് അപ്പോൾ തന്നെ പിടികിട്ടിയിരുന്നു. ഞാൻ ഇയാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കുമ്പോഴൊക്കെ അലി പറഞ്ഞിട്ടുള്ളത്, അലി എന്ന് ഞാൻ വിളിക്കുള്ളൂ, അയാളെ പ്രായത്തിനെന്നല്ല, അയാൾക്ക് ഒരു പരിഗണനയും ഞാൻ കൊടുക്കത്തില്ല. കാരണം അയാളാണ് യഥാർത്ഥ വിഷയമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് മുത്തലാഖ് നിയമങ്ങളൊക്കെ പോലുള്ള സംഗതികൾ നമുക്ക് തന്നത് മോദി സർക്കാരാണ്. അപ്പം നമ്മൾ മോദി സർക്കാരിനെ പുകഴ്ത്തണം. ഞാൻ ഹൗ ഡെയർ യു, നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നി? അയാൾ ഗുജറാത്തിൽ ചെയ്ത ഓർമ്മയുണ്ടോന്ന്? അതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്നതാണ്. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ മോദി സർക്കാരിനെ പുകഴ്ത്തണം. നല്ല ഫണ്ട് ഉണ്ടാവും, നല്ല അക്സെപ്റ്റൻസ് ഉണ്ടാവും. നിങ്ങളെപ്പോലെ സംസാരിക്കാൻ കഴിവുള്ളവർ ചെയ്യേണ്ടത് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് ഈ വയസ്സ് പ്രായമൊന്നുമില്ല. എന്നോട് ഈ സംഖ്യകളെ പുകഴ്ത്താനോ സംഖ്യകളെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞാൽ എനിക്ക് കിവില തെറ്റും. അമ്മാതിരി തീർന്ന് ഞാൻ ഇയാളെ വിളിച്ച് ഫോണ് കട്ട് ചെയ്തതാണ്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ഒരു കോംപ്രമൈസ് ടോക്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ പ്രായം ബഹുമാനിക്കത്തില്ല, എൻ്റെ അടുത്ത് അക്കാര്യം പറയണ്ട. ശരി പോട്ടെ, അത് പറയണ്ട. പക്ഷേ ഇസ്ലാമിയർ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയണ്ടേ? ഓക്കെ ആയിക്കോട്ടെ, എന്താ പറയണ്ടേ? അത് സ്വത്തവകാശ വിഷയമാണ്. സ്വത്തവകാശത്തിൽ എന്താ പ്രശ്നം? അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് നോക്കുകയാണ്. എന്താണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ? ഞങ്ങൾ 3 പെൺമക്കൾക്കും 1 ഏക്കർ പറമ്പും അതിൽ കൂടുതൽ പറമ്പും തന്നിട്ടുണ്ട്, സ്വർണവും തന്നിട്ടുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതൽ പ്രോപ്പർട്ടി ആപ്പാടെ ഓഹരിയായിട്ടും കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ റിച്ചായിരിക്കുകയാണ് ഞങ്ങൾ 3 പെണ്ണുങ്ങൾ. വീട്ടിലെ 2 ആണുങ്ങളും ദരിദ്ര കുടുംബങ്ങളാണ്. 20 സെൻറ്റ് മാത്രം കൊടുത്ത് വീട് തന്നെ അവർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ വീട് വയ്ക്കാനുള്ള സപ്പോർട്ട് പോലും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നും ഉമ്മയുടെ പെൻഷൻ്റെ പക ഒരു തുക നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ലാഭം ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വത്തവകാശ കാര്യം നമ്മൾ അവതരിപ്പിക്കുക? അപ്പോൾ ആകെ മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും, വേറെ വീടുകളിലൊക്കെ പ്രശ്നം. അവർ വേറെ വീടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. അതെങ്ങനെയാണ്? ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് നേരിടാത്തൊരു പ്രോബ്ലം ഞാൻ എങ്ങനെയാണ് വന്ന് പബ്ലിക്കിൽ പറയുക? അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും വേണം. ഞാൻ കുറേ പെണ്ണുങ്ങൾ, ഇപ്പം നമ്മുടെ കസിൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോടൊക്കെ ചോദിച്ചു നോക്കണം. ഇല്ല, വിവാഹത്തോടു കൂടി നല്ലൊരു തുക നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതിനുശേഷവും ഷെയർ എന്ന നിലയിൽ നമുക്കൊരു നല്ല എമൗണ്ട് തരാറുണ്ട്. അതിലൊന്നും ഒരു മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. ഇതൊക്കെ ആരെ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന ഒരു ടൈമാണ് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ ഇത് തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞ് ഞാൻ സ്കിപ്പ് ആവുകയാണ് ചെയ്തത്. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ കൂടുതൽ അറിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അലി എന്ന് പറയുന്ന ഈ വിഷസർപ്പമാണ് ഇത് അത്രയും ചെയ്യിക്കുന്നത്. ഇയാളെ പുകഴ്ത്തി തട്ടുന്നുണ്ട് ഈ പറയുന്ന ജമാഅത്തുകാർ. മേ ബി അവർക്ക് അറിയത്തില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും അവർ അലിമാഷ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇവൻ്റെ കൂടെ വയ്ക്കുന്നു. കുറച്ച് സൗണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ കുറച്ച് വോയിസ് മോഡുലേഷനൊക്കെ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളത് കേട്ട് നോക്കൂ. ആൻഡ് എൻഡിൽ അതിൻ്റെ റിയൽ ഇതിട്ടിട്ടുണ്ട്. സമയമെടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സോ അൺഫോർച്യൂൺ നമുക്ക് അവർ ഒരു വീഡിയോ തരാൻ തയ്യാറല്ല. അതായത് എന്താണെന്ന് അറിയില്ല. അവർ പറയുന്നത് അവർ ഇത് കെയർ ചെയ്യുന്നില്ല. ജാമിത പറഞ്ഞോട്ടെ, ജാമിത പറയുന്നത് ഇവിടെ ആരും മുഖവിലേക്ക് എടുക്കുന്നു, ഇവിടെ നിന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമെന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കാം. ഇപ്പോൾ ജമാഅത്തുകാർ പറയുന്നത് ശരിയാണ്, മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പറയണത് നുണയാണെന്ന്. പക്ഷേ ഹിന്ദുക്കൾക്ക് അറിയില്ലല്ലോ, പ്രത്യേകിച്ച് സംഖ്യകൾക്ക് അറിയില്ലല്ലോ. സംഖ്യകൾ വിചാരിക്കുക എന്താ, അവൾ ഭയങ്കര പാണ്ഡിത്യമുള്ളവളായിരിക്കും. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ന്യൂജൻ കുട്ടികൾക്കാണെങ്കിൽ അവർ വിചാരിക്കും ഓ പണ്ഡിതയാ, ടീച്ചറാ, അപ്പോൾ ഒരു വലിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങൾ പറയുന്ന സ്ത്രീയെ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണ്ടേ എന്ന് വിചാരിക്കും. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ ജമാഅത്തുകാർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ഞാൻ അതുകൊണ്ട് അതിൻ്റെ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം കമ്മിങ് ഡേയ്സിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. എന്തായാലും അലിമാഷിൻ്റെ ഫോൺ എടുക്കാനോ അത് സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരാളെ കൊണ്ട് എന്താണ് അവസ്ഥയെന്നൊന്ന് അന്വേഷിച്ചപ്പോൾ ഇന്നലെയും ജാമിത അവിടെ വന്നിട്ടുണ്ട്. ജാമിതയ്ക്ക് വേണ്ടിയിട്ട് അയാൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റായി നിൽക്കുകയാണ്. കാരണം ഷെഫീന അതിനടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഷെഫീന കൂടും പടലോ എല്ലായിടത്തും പുറത്തിടുമെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, ധൈര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അലിമാഷ് എന്ന് പറയപ്പെടുന്ന ഇത്രയും വൃത്തികെട്ട ഒരു കാളകുട വേഷം, അവന് 4 പെൺമക്കളാണ്. നാണം കെട്ട 4 പെൺമക്കൾ.
നിങ്ങൾ 4 പെൺമക്കളെ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. നാണമില്ലേടികളെ, തന്തിയാൻ ഇങ്ങനെ ഈ മതത്തിനെ അവഹേളിക്കുമ്പോൾ നീയൊക്കെ വിശ്വാസികളായിട്ടിരിക്കുന്ന എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യമാണ്. ഇയാൾ യുക്തിവാദി അത്രേ. യുക്തിവാദി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവരുടെ കുടുംബത്തിൽ തന്നെ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന രീതിയിൽ മതം അനുസരിക്കുകയോ മതം ഫോളോ ചെയ്യുകയോ ചെയ്താൽ പോലും അയാൾക്ക് അംഗത്വം നഷ്ടപ്പെടും. കേസിൽ യുക്തിവാദി സംഘത്തിൽ അംഗത്വം നഷ്ടപ്പെടും. അത്രത്തോളം സ്ട്രിക്റ്റ് ആണ് അവർ. കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ യുക്തിവാദം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ പറയേണ്ട എന്ത് കാര്യം? അതാണ് യുക്തിവാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജബ്ബാർ ഉൾപ്പെടെ, അതായത് ജബ്ബാർ മാഷ് ഉൾപ്പെടെ അലി മാഷിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. എക്സ് മുസ്ലിമുകളെല്ലാം തന്നെ അലി മാഷിൻ്റെ ബ്രെയിനാണ്. സോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്ന ഈ വ്യക്തി 100% ഇസ്ലാമിൻ്റെ ശത്രുവാണ്. പക്ഷെ എന്ത് ചെയ്യാന്നറിയാമോ? ഇവനാണ് ആളെന്ന് ഒരാൾക്കും അറിയത്തില്ല. ഈ വൃത്തികെട്ട ജന്തുവാണ് ഇതിൻ്റെ യഥാർത്ഥ ആളെന്ന് ഒരാൾക്കും അറിയത്തില്ല. അപ്പോൾ എന്താ കാമിൻ്റെ ഡീസൻ്റ് ആണോ നോക്കി? ഒരിക്കലുമില്ല. അതൊരു അഭിസാരികയല്ലേ. അവർക്ക് കാമപ്രാന്തും ആഡംബരപ്രിയവും പണവും വേണം. അവർക്ക് നല്ലൊരു തുറുപ്പ് ചീട്ടായിട്ട് കിട്ടിയതാണ് ഈ അലിമാഷിന് ജാമിത. എങ്ങനെ ഉപയോഗിക്കാം, എന്തിനും ഉപയോഗിക്കാം. ഇവൾക്കാണെങ്കിലും പണം മാത്രം മതി. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് ചേരുംപടി ചേർന്നു എന്നുള്ളതാണ് വസ്തുത. ജാമിതയെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് അലി ആണ് എന്നുള്ളതാണ് വസ്തുത. അയാളെ മാഷെന്ന് വിളിക്കാനോ മനുഷ്യനെന്ന് വിളിക്കാനോ എനിക്ക് തീർത്തും താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ, റെസ്പെക്റ്റ് ഇല്ലാതെ ഒരാളുടെ ഏജ് പോലും നോക്കാതെ സംസാരിക്കുന്നു എന്ന് പറയരുത്. 4 വർഷം 5 വർഷത്തോളമായി ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയുണ്ടല്ലോ. ഇവനെ ഇപ്പോഴും റെസ്പെക്റ്റോട് കൂടി നോക്കുന്ന ജമാഅത്തുകാരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവൻ എന്താണെന്ന്. അവൻ ഭയങ്കര മാന്യനാണ്. അവൻ്റെ വരിസംഖ്യ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. എന്തോ ഇവളുടെ വരിസംഖ്യയുടെ വിഷയം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാർ വരിസംഖ്യ കൊടുക്കുന്നുണ്ട്. അത് ഇവൾ കൊടുക്കുന്നതാണ് എന്നാണ് അവൾ അവകാശപ്പെടുന്നത്. ഇവർ പറയുന്നത് അത് അവളുടേതല്ല, ആ വാടക ഇവർ താമസിക്കുന്ന വീട്ടുകാർ അതിൻ്റെ ഓണേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തെക്കോട്ടൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആര് വാടകയ്ക്ക് താമസിച്ചാലും ഐ ഡോണ്ട് കെയർ. പക്ഷേ ഞാൻ പള്ളിക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അതെൻ്റെ വീട്ടുകാരുടെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഉത്തരവാദിത്വമല്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ജാമിത കള്ളം പറയുന്നതാണ്. പക്ഷേ ഇവരത് ഉറപ്പിച്ച് പറയുന്നത്, ഞങ്ങൾ അവളെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കാം, ഞങ്ങൾ അവളെ മൈൻഡ് പോലും ചെയ്യാം, നമ്മൾ ഇവിടുന്ന് വായിക്കുകയാണ് ചെയ്തതെന്നൊക്കെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മേ ബി കറക്റ്റായിരിക്കും, റോങ് ആണോ ഇല്ലെന്നോ ഒക്കെ അവർ പറയുന്ന വോയിസ് ഞാൻ ഇതിനോട് അനുബന്ധിച്ച് വയ്ക്കുന്നത് നിങ്ങളത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും ആകെ മൊത്തത്തിൽ പിക്ചർ ഇത്രയാണ്. അലി എന്ന വിഷത്തിന് ഇസ്ലാം മതത്തിനോടുള്ള ശത്രുത, അയാൾക്ക് വലിയ പോങ്ങനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ കാണിക്കുന്ന പേക്കൂത്തുകളാണ് ഇതൊക്കെ. ജമാഅത്തിലുള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ അലിമാഷ് എന്ന് പറഞ്ഞ് ഇവനെ തൂക്കി വെക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളൂ, ഇവൻ എഴുതി കൊടുക്കുന്ന സാധനമാണ് അവൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം, അലി പറയുന്ന കറക്റ്റ് ആണെങ്കിൽ ജാമിത പറയുന്നത് കറക്റ്റ് അല്ലേ? ജാമിത നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അലിയെ അംഗീകരിക്കുന്നെങ്കിൽ അതിനെന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പോൾ അത് ചിന്തിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവൻ്റെ 4 പെൺമക്കളെയും തിരക്കിയാണ് അടുത്ത എൻ്റെ യാത്ര. നോക്കാം എന്താ നടക്കുന്നതെന്ന്. ഈ പെൺകുട്ടികൾക്ക് നന്നായിട്ടറിയാം അപ്പൻ ഇങ്ങനെയൊരു ഫ്രോഡാണ്, പക്ഷെ സമ്മതിക്കത്തില്ല. അപ്പൻ്റെ കൂടെ തന്നെ അപ്പനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ഒരു സമുദായം മുഴുക്ക അപരവൽക്കരിക്കപ്പെടുകയും സമുദായം മുഴുക്ക ആക്രമിക്കപ്പെടുകയും ഒരു സമുദായത്തിലുള്ള മുഴുവൻ ആൺകുട്ടികളും വല്ലാത്തൊരു ത്രെറ്റിൽ നിൽക്കുകയും ഞങ്ങളുടെയൊക്കെ ജീവൻ വെച്ച് പന്താടുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട സാഹചര്യത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയെ മൂക്ക് കയറിടാൻ നിനക്ക് 4 എണ്ണത്തിന് സാധിക്കുന്നില്ലെങ്കിൽ നീയൊക്കെ എത്ര വലിയ പരാജയമാണെന്നറിയാമോ? നീയൊക്കെ ചെയ്യുന്ന എന്താണെന്ന് നിനക്കൊക്കെ നല്ല ബോധമുണ്ടോ? ആർക്കും ഇതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. അവളെന്തെങ്കിലും പറയണോ, ഹൂ കേസ്, ഇങ്ങനെയല്ലേ നിങ്ങൾ പറയുക? സംബഡി ഈസ് കെയറിങ്, അതാണ് പ്രശ്നം. കുറേ ആളുകൾ കാണുന്നുണ്ട്. അന്യമതസ്ഥരെ കണ്ടാൽ കൊന്നുകളയണം, ഖുറാനി പറയുന്നുണ്ട് അത്ര. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? അതാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. കേൾക്കുന്നവർക്ക് എന്താ? അന്യമതസ്ഥരെ ഇവർക്ക് പറ്റത്തില്ല, അന്യമതസ്ഥർ ഇവർക്കൊപ്പം നിന്നാൽ അവർ കൊല്ലും. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആർക്കാ? ആരുടെ കയ്യിലേക്കാണ് നിങ്ങൾ ആയുധം കൊടുക്കുന്നത്? അതുകൊണ്ടുള്ള അപജയം എന്താണ്? ഞങ്ങൾ എന്തിനത് അനുഭവിക്കണം? ഞങ്ങൾക്ക് ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞങ്ങൾക്ക് മര്യാദപൂർവമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു തന്നു. മെജോറിറ്റി മുസ്ലിംസിനൊന്നും ഖുറാൻ അറിയില്ല, അതറിയില്ല. ആരാടോ പറഞ്ഞേ ഖുറാൻ അറിയില്ല എന്ന്? ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ വൃത്തികേട് പഠിപ്പിക്കുകയും അത് വിളിച്ചു പറയാനുള്ള ആർജം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൗനമാണ്. നിങ്ങളുടെ മൗനം നിങ്ങൾ എന്ന് വെടിയുന്നു അന്ന് ഇത് ഒരു പരിഹാര മാർഗത്തിലേക്ക് പോവുകയുള്ളൂ. അല്ലാതെ ഞങ്ങളൊക്കെ ഇത് റിസ്ക് എടുത്തു, അവിടുന്ന് വന്നു, ഇവിടെ താമസിച്ചു, ഇതൊക്കെ അറിഞ്ഞു, ഇതൊക്കെ പബ്ലിക്ക് തരിക എന്നുള്ളതിനപ്പുറം നമുക്കിതിനകത്ത് ഒരു സപ്പോർട്ടും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളത് വസ്തുത. ഈ ജാമിത എന്ന സ്ത്രീ ഒരു കാരണവശാലും പണ്ഡിത എന്ന പേരിന് അർഹയല്ല.
അവരുടെ ബേസിക് സാധനങ്ങളെല്ലാം ഞാൻ വിത്ത് എവിഡൻസ് ആണ് കൊണ്ട് തന്നിട്ടുള്ളത്. അവരൊരു ടീച്ചറല്ല, ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ധർമ്മക്കെട്ടാണ്. ധർമ്മക്കെട്ടം ഞാൻ എടുത്ത് പറയും, ബിക്കോസ് അവർക്ക് യാതൊരു രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഇല്ല. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുക്കെ അവർക്ക് എവിടെയും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരേതെങ്കിലും ടീച്ചർ പ്രൊഫഷൻ ചെയ്തിട്ടോ അല്ല. ഒരു യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാകുമെന്നൊക്കെ എനിക്കറിയാം. ഒരു 4 വർഷം കൊണ്ട് അവർ വീട് വെച്ചു, കാറ് വാങ്ങി, പറമ്പ് വാങ്ങുന്നു, അവരങ്ങ് സൂപ്പർ റിച്ച് ആകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതെവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവൾ വിൽക്കുന്നത് സ്വന്തം സമുദായക്കാർ തന്നെയാണ്. അപ്പോൾ സമുദായം വിട്ടുപോയി നിൽക്കുന്നവർ അങ്ങനെ നിന്നോട്ടെ. നമ്മളിതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വന്ന് പല കമൻറ്റ് വിടുന്നുണ്ട്, ഇസ്ലാമിന് പ്രൊട്ടക്ഷനൊന്നും ആവശ്യമില്ല, ഇസ്ലാമിനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. അതൊക്കെ ശരിയാണ്. എന്നാൽ പിന്നെ ഗുജറാത്തിൽ ഇസ്ലാമിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യാത്ത എന്തായിരുന്നു? അവിടെ എത്രയോ പെൺകുട്ടികൾ ഇതുപോലെ നശിപ്പിക്കപ്പെട്ടു. പോട്ടെ, ഒരു 6 വയസ്സുകാരി കുറിച്ച് അമ്പലത്തിനകത്തിട്ട് 2-3 ദിവസം വെച്ച് ചെയ്തു. എന്താ ഇസ്ലാം അവളെ സപ്പോർട്ട് ചെയ്യാതിരുന്നത്? ഇസ്ലാമിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷൻ അവർക്കുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കും. 6 വയസ്സുകാരിയിലും കാമം കണ്ടെത്തിയില്ലേ അവർ? അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എങ്കിൽ ഇതുപോലെ പലതും അനുഭവിക്കേണ്ടി വരും. ഇൻഫാക്റ്റ് നമ്മളുടെ അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. സോ ആകെ മൊത്തം ഏകദേശം ഫൈനൽ ഇതിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇതിൻ്റെ രത്ന ചുരുക്കം പറയാം. ഒന്നാമത്തെ കാര്യം, ആ കുട്ടികൾ നിരപരാധികളാണ്. ജാമിദയുടെ 2 മക്കൾ നിരപരാധികൾ തന്നെയാണ്. ആ കുട്ടികൾ ഇതിൻ്റെ വിക്ടിംസാണ്. ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നത് അതിഭീകരമായ ഒറ്റപ്പെടലുകളായിരിക്കാം. കാരണം അവർ യുക്തിവാദികളല്ല. അമ്മ യുക്തിവാദി അല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഭീകരത അറിയാതെ അലി പറയുന്നതിനൊപ്പം ആട്ടം കാണുകയാണ് ജാമിദ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല. നിൻ്റെ മക്കൾ ഭയങ്കര പ്രശ്നത്തിലാകാൻ പോവുകയാണ്. അലിയുടെ മക്കൾ സൂപ്പർ സേഫും. അപ്പോൾ അലിക്ക് ഒരു പള്ളി കവറോ ഒന്നും വേണ്ട, നിനക്കത് വേണം, നിൻ്റെ മക്കൾക്കും അത് വേണം, നിൻ്റെ കൂടെ ഇരിക്കുന്ന വെപ്പാട്ടനും അത് വേണം, വെപ്പാട്ടൻ്റെ മക്കൾക്കും അത് വേണം. എന്നിട്ട് ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്നു. അലി സേഫ്, യു ആർ ഇൻ ട്രബിൾ. അപ്പോൾ നിനക്ക് ഇനിയെങ്കിലും മനസ്സിലായോ എന്തോ എനിക്കറിയത്തില്ല. ഏതായാലും ഒരു പെണ്ണ് എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, കുറച്ചിരുന്ന് ആലോചിക്കും. ഇനിയും സമയമുണ്ട്, അത്രയേ ഉള്ളൂ. ചെയ്തതൊക്കെ പോട്ടെ, ഇനിയും സമയമുണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിൻ്റെ ഇഷ്ടം. ഇതൊക്കെ കാണുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതായാലും ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കുന്ന ബാക്കി ആ വോയിസ് നിങ്ങൾ കേട്ട് നോക്കൂ. ആൻഡ് യു ക്യാൻ റിയലൈസ് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. 2-3 ജമാത്തിൽ പോയിരുന്നു. ബാക്കിയുള്ളിടത്തൊന്നും റെക്കോർഡിങ് ഞാൻ എടുത്തില്ല. ഇത് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് മകൻ എനിക്ക് കേൾക്കാൻ വേണ്ടി എടുത്ത റെക്കോർഡിങ്ങാണ്. അത് ഞാനിവിടെ ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അത് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കൂടെ അലി മാഷിൻ്റെ വോയിസും വയ്ക്കുന്നുണ്ട്. അലിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എൻ്റെ സ്വരം കേട്ട ഉടനെ പക്ഷെ അലിക്കറിയാത്തൊരു കാര്യമുണ്ട്. അലിയോട് സംസാരിച്ച ഫുൾ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴത്തതല്ല കേട്ടോ അലിയണ്ണ, പണ്ടത്തത്. പണ്ട് എന്നോട് ഈ സംഘപരിവാർക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്ക് ജാമിദയുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നും ജാമിദയുടെ ഇപ്പോഴത്തെ ആൾ വെറും വെപ്പാട്ടനാണെന്നും അവർ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വരെ താങ്കൾ പറയുന്ന വോയിസ് എൻ്റെ കയ്യിൽ പാർത്തില്ല. അപ്പോൾ അത് വേണ്ട സമയത്ത് വേണ്ട പോലെ ഞാനെടുത്ത് പ്രയോഗിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാം. ഞങ്ങളുടെ സമൂഹത്തിൽ എൻ്റെ മക്കൾ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് പൊതുസമൂഹത്തിൽ കിട്ടുന്ന അവഹേളനത്തിന് കാരണക്കാർ നിങ്ങളാണ്. അത് നിർത്താൻ നിങ്ങൾ തയ്യാറായാൽ ഇപ്പുറത്തു നിന്നുള്ള എൻ്റെ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം ഇത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം. നന്ദി, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം നിശ്ചയമായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ കുറേ നിരാശയുണ്ട്, ആരും വോയിസ് തരാൻ തയ്യാറാകാത്തതും വീഡിയോയ്ക്ക് വരാത്തതും കുറേ നിരാശയുണ്ട്. പക്ഷെ ഐ ഡോണ്ട് കെയർ. അത് ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡായിരിക്കുമല്ലോ. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ തെക്കൻ ജില്ലക്കാരെ അനുമോദിക്കുന്നു. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഇതിന് കറക്റ്റ് മറുപടി ഉണ്ടാവുമായിരുന്നു. തിരുവനന്തപുരത്തുകാരെ പോലെ ഇത് വലിച്ചു കീറി പുറത്തേക്ക് തരാൻ വേറെ ആരെ കൊണ്ടുമില്ല. അപ്പോൾ തെക്കനെ കാണുമ്പോൾ നിങ്ങൾക്കുള്ള ആ വൈരാഗ്യം അവന് പ്രതികരണ ശേഷി ഉള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞതല്ല, അതാണ് റിയാലിറ്റി എന്നുള്ളത് വസ്തുത. താങ്ക് യു. യൂട്യൂബ് കണ്ടിട്ട് നിങ്ങളെ പറയുന്ന ഇതാക്കണമെങ്കിൽ അങ്ങനല്ല, അത് ഇവിടെ വരിസംഖ്യ തരുന്നില്ല എന്നുള്ളത്. ഇവിടെ വരിസംഖ്യ ഓനിക്ക് അറിയില്ല, ഓനിക്ക് അയാളെ തന്നെ അറിയില്ല. ഓനിപ്പോ ഓഫീസിലുണ്ട്. നിങ്ങളുടെ പ്രസിഡന്റിനോട് എത്തും ചോദിക്കേണ്ടില്ല. അയാൾക്കൊന്ന് ഇപ്പോൾ ഈ പുറത്തേക്ക് ഒന്ന് പൂക്കോട്ട് വരുന്ന പ്രഭാഷണം പരിപാടി
നിങ്ങൾ പറയുന്ന മാതിരി വാങ്ങി അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല. അവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം കുറവായ ആളുകൾക്ക് അതൊക്കെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, സെക്രട്ടറിക്ക് പോയി തങ്ങൾക്ക് ചിലപ്പം പറഞ്ഞാലും മനസ്സിലാവും അറിയില്ല. കാരണം ഇവിടെ എനിക്കറിയാം, നന്നായിട്ടറിയാം. യുവക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഓനോടിപ്പം നമ്മൾ പോയിട്ടില്ല. പിന്നെ ഓരോട് ചോദിച്ചാണെങ്കിലും അത് പിന്നെ ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ട്. കാരണം ഇവിടെ ആ അബ്ദുൽ മാഷ് വീട്ടിൽ കുറച്ച് നേരം താമസിച്ചു. അതുകൂടാണ്ട് 2 മാസം അലിൻ്റെ അവിടെ താമസിക്കണം. ആ വീടുകളൊക്കെ ഇവിടെ വീടല്ല. ആ വീട് അപ്പം നിങ്ങളെ വീട്, ആ നിങ്ങളെ വീട്ടിൽ വരിസംഖ്യ ഉണ്ടാവും. അപ്പോൾ അന്ന് നിങ്ങൾ വേറെ വാടകയ്ക്ക് കൊടുത്ത ആൾക്കാർ വരുമ്പോൾ ഒരു വരിസംഖ്യയൊക്കെ വന്നിട്ടുണ്ടാവും. ആ പേരാണെങ്കിൽ ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഓൻ ആദ്യം തന്നെ മൂപ്പര് അബ്ദുൽ മാഷ വീട്ടിൽ അവസാനം കുറേ ഉണ്ടായിരുന്നു. ഒരു കുറേ അല്ല, 3 മാസമായിട്ട്. ആ സമയത്ത് അബ്ദുൽ മാഷ വീട് ഇതിൻ്റെ മഹലിൽ പെട്ടതാണ്. അല്ലാണ്ട് ജാമ്യ എന്ന് പറയുന്ന കോട്ടയംകാരിക്കല്ല. ജാമ്യ എന്ന് പറയുന്ന ആള് ഇവിടെ അഡ്രസ്സുള്ള ആളല്ല, ഇവിടെ അറിയപ്പെടുന്ന ആളല്ല, ഒന്നുമല്ല. അല്ല, അത് നമുക്ക് അങ്ങനെ ഇവനിക്കൊന്നും തരാൻ പറ്റും. ഇവിടുത്തെ അതുമാണെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം ഇന്ന് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ. അപ്പോൾ ഇവിടെയും ഫുള്ളായിട്ട് വയ്ക്കാൻ പറ്റും. അബ്ദുസമ്മദ് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണം ഞാനത് യൂട്യൂബ് കണ്ടിട്ട് ഇവിടെ 2 മാസം ഇവിടെ താമസിച്ചപ്പോൾ ഉടനെ അലിയാജിൻ്റെ പുരയിൽ അവിടുന്ന് ആൾക്കാർ പറഞ്ഞ ഓളപ്പെടുത്ത് വേണം ഓളെ പോലും പറഞ്ഞയച്ചു. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജാമിദ ടീച്ചറെ വരിസംഖ്യ ഇവിടെ എടുക്കുന്നുണ്ടെന്നുള്ളൊരു എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റിയ സമയമല്ല, ഇപ്പൊ തങ്ങളും വരില്ല, ആരും വരും. അതായത് ഇവർക്ക് ഈ ഒരു വിശ്വാസം ഏത് ഓളെ തരുന്നുണ്ടോ? ജുമാഅത്ത് പള്ളി ജുമാഅത്ത് പള്ളിയിലാണ് ഇവിടെ വാടകയ്ക്കാൻ പറ്റില്ല. അവിടെ 2 മാസം താമസിച്ചതിനും ഒരു 3 മാസം താമസിച്ചതിനും കൊളക്കാടായിട്ടാണ്. കാപ്പാട് ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ പഴയ പള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. ഞാനും കേട്ടിട്ടുണ്ട്. ഞാനും ഓളാ ഈ വീഡിയോ കണ്ടത്. ഞാൻ കാപ്പാട് ഇത് മാസ പരസ്യം കൊടുക്കുന്നതാണ് കാപ്പാട് മാറില്. ആ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് വീഡിയോ മതി നമുക്ക്. അവരുടെ കാര്യത്തിൽ ആരും തന്നെ പ്രതികരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇമാമത്ത് പണ്ഡിതന്മാർക്ക് ഇത് അറിഞ്ഞുകൊണ്ടിരിക്കില്ല. വന്നിട്ടുണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടല്ലോ, അല്ല ഫേസ്ബുക്കിൽ അല്ല അതിൽ കൊടുത്തേക്കല്ല, കമന്റിൽ വന്നിട്ടല്ല അപ്പോൾ സാധിക്കവരെ ഇത്. പിന്നെ ഇവരുടെ ടീച്ചറും ഞാൻ പറഞ്ഞേ പിന്നെ ഓളെ പഞ്ഞിക്കിടുന്ന ആളാണ് വന്നത്. ഓളെ പഞ്ഞിക്കിടുന്ന ആളാണ് വന്നത്. സത്യാവസ്ഥ ഓൾക്കെതിരായിട്ട്. അപ്പോ ഇത് സത്യമാണോ? ഇങ്ങനത്തെ ഒരാള് ഇവൾക്കെതിരെ അല്ലെങ്കിൽ അവൾക്ക് ഒന്നുമായിട്ടും പ്രതികരിക്കാൻ യോഗ്യയല്ല എന്നുള്ള നിലക്ക് ആരും സംസാരിക്കും. കാരണം വെച്ചാൽ ഒരു ടീച്ചറല്ല, ആരാണെന്ന് കോട്ടയത്ത് പിന്നെ ഓളമ്മ മദ്രസ കുട്ടികൾ, അതാണ് അവർ ഏറ്റവും മദ്രസയായിട്ടുള്ള പുസ്തകം. പിന്നെ പറഞ്ഞാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ബന്ധം അബ്ദുൽ അലി മാഷ്. ഇതൊക്കെ പറയാൻ എഴുതി കൊടുക്കുന്ന ആൾ അബ്ദുൽ അലി മാഷ്. അയാൾ എന്തെല്ലാണ് ഓളെ അല്ല ഈ അതിൽ കമന്റ് അത് സെക്രട്ടറിയാണ് പള്ളിൻ്റെ. ഇവരെ കാര്യത്തിൽ പ്രതികരിക്കുന്ന സംശയം. ഇതിപ്പോ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ കൂടിക്കൊണ്ട് അതിനൊരു പ്രശ്നവുമില്ല. അതൊക്കെ അവസാനം വരെ ഓള് ഇതൊക്കെ ഇവിടുത്തെ നല്ല. അപ്പൊ ചെറിയൊരു കുട്ടീനോട് ചോദിച്ചാലും ഓൾക്ക് നന്നായിട്ട് അറിയാം. ഇത് ഇതിനോട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നല്ല. കാരണം ഓള് പിന്നെ അബ്ദുൽ മാഷ് തന്നെ ആരാൻ തരാം എനിക്ക്. കാരണം ഒരു ഇത് കംപ്ലീറ്റ് ഇത് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലീറ്റ് പിന്നെ എഴുതി കൊടുക്കാൻ കഴിവുള്ള. കാരണം ഇടമറുകിനെ പുസ്തകം എഴുതിച്ച ആളാണ് ഇടമറുകിൻ്റെ പുസ്തകം എഴുതാൻ സഹായിച്ച ഏക വ്യക്തിയാണ്. പക്ഷെ മൂപ്പര് ഇതൊന്നും പറയുകയില്ല. അതും ഞാൻ പറയുന്നു. ഇവിടെ വന്ന മൂപ്പര് ചിരിക്കുന്നുണ്ട്, ഒന്നും പറയില്ല. ഒരു പേരും ഒന്നും
വൈസാഖിന് അതിന് അത്ര അതിൻ്റെ കിട്ടി വൈസാഖിനൊന്നും അത്ര ഇത് തങ്ങൾ അവിടുന്ന് എണീക്കില്ല. തങ്ങളെ നിങ്ങൾ അവിടെ നിന്ന് എണീക്കില്ല. പ്രത്യേകിച്ച് പൂക്കോട്ടൂരാണ് അവിടെ ഉള്ളത്. വേറൊരാളാണെങ്കിൽ എണീക്കും. പൂക്കോട്ടൂർ എന്ന് വെച്ചാൽ കേരളം മാത്രമല്ല, സൗദിയിൽ പോലും പ്രസംഗിക്കാൻ ഗവൺമെൻറ് അനുവാദം കൊടുക്കുക. അതും ഹജ്ജ് സമയത്ത് അറഫ ദിനത്തിൽ പ്രാസംഗികനാണ് അയാൾ. അപ്പോൾ എന്താ ചെയ്യാ? വന്ന സമയം പോയി. ഒന്നാമത്തെ കാപ്പാട് ജുമാഅത്തല്ലേ പറയുന്നില്ല, രണ്ടാമത്തത് അതിന് മുത്തവല്ലിയാ പറയുന്നത്. ഇവിടെ മുത്തവല്ലിയില്ല. ഇവിടെ കാപ്പാട് നാലില് ഞാൻ ജുമാഅത്ത് പള്ളിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. ജുമാഅത്തല്ലി എന്നാലും പറയുന്നില്ല. ഞാനത് കേട്ടില്ല. അല്ല, ഈ വീഡിയോയില് കാപ്പാട് ജുമാഅത്തല്ലി ഇല്ല. പിന്നെ അല്ല, രണ്ടാമത്തെ മുത്തവല്ലി എന്ന് പറയും. മുത്തവല്ലി ഇവിടെ ഇല്ലാലോ, ഇവിടെ മുത്തവല്ലി ഇല്ലാലോ, മുത്തവല്ലി പറഞ്ഞില്ലാലോ. മുത്തവല്ലി പറഞ്ഞുള്ള പള്ളി ഇവിടെ താമസം അലിന്റെ കോട്ടയത്തിൽ താമസം മാത്രമേ നിങ്ങളുടെ ജമാഅത്ത് പള്ളി എടുത്ത് പറയുള്ളൂ. അതാണ് കാര്യം. കാപ്പാട് ജുമാഅത്ത് പള്ളി എന്ന് പറയുന്നത്. ഇവര് അവിടെ ബീച്ചിന്റെ ഞാൻ ബീച്ചിൽ എന്നോട് പറഞ്ഞപ്പോൾ കാപ്പാട് ജുമാഅത്തല്ലി, കാപ്പാട് മക്കാപ്പള്ളി, ഇതൊന്നും പേര് പറയുന്നില്ല. കാപ്പാട് പള്ളി അത്രേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ മുത്തവല്ലി പറഞ്ഞാ പറയുന്നത്. മുത്തവല്ലിനെ പറ്റി അവർ പറയുന്നില്ല. മുത്തവല്ലി പറഞ്ഞില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് ഓഫീസിൽ കഴിഞ്ഞാല് സമയം മണിക്കൂർ എടുക്കും. കഴിഞ്ഞാൽ സംഗതി ഇവര് ഫ്രീ ആവും. പക്ഷേ പരിപാടി തങ്ങളെണിക്കില്ല. പിന്നെ വേറൊരാളും സംസാരിക്കില്ല. അപ്പം ആധികാരികമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പം അത് ഇത് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവരൊക്കെ അത് പറ്റും. നമുക്കും പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇതിന് ആധികാരികതയുണ്ട്.